ശക്തമായ വാക്കുകളും തന്ത്രപരമായ പിന്മാറ്റങ്ങളും കൊണ്ട് ലോക രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ശൈലി വീണ്ടും ചർച്ചയാവുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വച്ച സൈനിക നീക്കങ്ങളിൽ നിന്ന് നാറ്റോ സഖ്യകക്ഷികൾ വിട്ടുനിന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾക്ക് ആരെയും ആവശ്യമില്ല എന്ന ട്രംപിന്റെ പ്രഖ്യാപനം വെറുമൊരു വൈകാരിക പ്രതികരണം എന്നതിനേക്കാൾ അമേരിക്കയുടെ വിദേശ നയത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോള വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അമേരിക്കയും സഖ്യരാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ തർക്കത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുകയുള്ളൂ. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. ഇതിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം ആഗോള വിപണിയിലെ എണ്ണവിലയെയും അതുവഴി ലോക സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഈ മേഖലയിൽ ഉടലെടുക്കുന്ന ഏത് ചെറിയ അസ്വസ്ഥതയും വലിയൊരു സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക് തുറന്നു പിടിക്കുന്നതിനും അവിടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രംപ് ഭരണകൂടം വലിയ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഈ സുരക്ഷാ ദൗത്യത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാകാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. നാറ്റോ സഖ്യകക്ഷികളുടെ പിന്മാറ്റം കേവലം ഒരു സാങ്കേതിക തീരുമാനമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന അറ്റ്ലാന്റിക് പാരസ്പര്യത്തിൽ വന്ന വലിയ വിള്ളലിന്റെ അടയാളമാണ്. പടക്കപ്പലുകൾ അയക്കാനുള്ള അമേരിക്കയുടെ ആവശ്യം ജർമ്മനി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ നിരാകരിച്ചപ്പോൾ അവർ മുന്നോട്ട് വച്ച കാരണങ്ങൾ ശ്രദ്ധേയമാണ്. US ഒരു സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് സഖ്യകക്ഷികളുമായി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തിയില്ല എന്നതാണ് ജർമ്മനിയുടെ പ്രധാന പരാതി. ഐക്യരാഷ്ട്രസഭയുടെയോ യൂറോപ്യൻ യൂണിയന്റെയോ കൃത്യമായ അംഗീകാരമില്ലാതെ ഇത്തരമൊരു നീക്കത്തിൽ പങ്കാളികളാകുന്നത് മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് യൂറോപ്യൻ ശക്തികൾ വിശ്വസിക്കുന്നു. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സൈനികരെ അപകടത്തിലാക്കാൻ അവർ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. സഖ്യകക്ഷികൾ കൈവിട്ടപ്പോൾ തൻ്റെ നിലപാടിനെ ന്യായീകരിക്കാൻ ട്രംപ് സ്വീകരിച്ച രീതി അദ്ദേഹത്തിൻ്റെ തനതായ രാഷ്ട്രീയ തന്ത്രമായിരുന്നു. സഖ്യകക്ഷികൾ യഥാർത്ഥത്തിൽ കൂറുള്ളവരാണോ എന്ന് പരിശോധിക്കാനാണ് താൻ ആ ആവശ്യം ഉന്നയിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്കയെ സഹായിക്കാൻ ഈ രാജ്യങ്ങൾ മുന്നോട്ട് വരില്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യൂറോപ്യൻ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുമ്പോൾ തിരിച്ച് അമേരിക്കയ്ക്കൊരാവശ്യം വരുമ്പോൾ സഖ്യകക്ഷികൾ ഒഴിഞ്ഞു മാറുന്നത് അംഗീകരിക്കാനാവില്ലെന്ന വാദമാണ് ട്രംപ് ഉയർത്തുന്നത്. ഇത് നാറ്റോയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു ഭീഷണിയായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. നാറ്റോയ്ക്ക് വിനാശകരമായ ഭാവി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് കേവലം വാചക കസർത്ത് മാത്രമല്ല, മറിച്ച് അമേരിക്ക ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകളെ കൂടി അടിവരയിടുന്നു. ബ്രിട്ടന്റെ നിലപാടിനോടുള്ള ട്രംപിന്റെ പ്രതികരണം ഏറെ കൗതുകകരമാണ്. തുടക്കത്തിൽ വിട്ടുനിന്ന ബ്രിട്ടൻ പിന്നീട് സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും ട്രംപ് അത് നിരാകരിക്കുകയായിരുന്നു. സംഘർഷം ഏതാണ്ട് ശമിക്കാൻ തുടങ്ങിയപ്പോൾ സഹായവുമായി എത്തുന്നതിൽ അർത്ഥമില്ലെന്നും വൈകിയെത്തിയ സഹായത്തേക്കാൾ നല്ലത് സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക ശക്തിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക സംവിധാനം തങ്ങളുടേതാണെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അമേരിക്കൻ ജനതയ്ക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. എന്നാൽ ഈ ഒറ്റയാൻ പോക്ക് അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് അമേരിക്കയെ ഒറ്റപ്പെടുത്താൻ ഇടയാക്കുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം ചേരുമെന്ന ട്രംപിന്റെ പ്രതീക്ഷയും ശ്രദ്ധേയമാണ്. സാമ്പത്തികമായി വളരുന്ന ചൈനയ്ക്കും ജപ്പാനും ഈ പാതയിലൂടെയുള്ള എണ്ണ വിതരണം തടസ്സമില്ലാതെ നടക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യങ്ങൾ സൈനിക സാന്നിധ്യം ഉറപ്പാക്കിയേക്കാം എന്ന് അമേരിക്ക കരുതുന്നു. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളോടും അമേരിക്ക ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആഗോള സുരക്ഷയുടെ ഉത്തരവാദിത്തം അമേരിക്കയുടെ മാത്രം ചുമലിലല്ലെന്നും ഇതിൻ്റെ ഗുണഭോക്താക്കളായ എല്ലാ രാജ്യങ്ങളും ഇതിൽ പങ്കുചേരണമെന്നും ട്രംപ് വാദിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ അമേരിക്കയും സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധം ഇത്തരം സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ കാലഘട്ടത്തിൽ ഈ അസ്വാരസ്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കപ്പെടുന്നു എന്നതാണ് വ്യത്യാസം. അമേരിക്ക ഫസ്റ്റ് എന്ന നയം പിന്തുടരുന്ന ട്രംപിന് മറ്റു രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങളെക്കാൾ പ്രധാനം അമേരിക്കൻ പൗരന്മാരുടെ നികുതിപ്പണവും സുരക്ഷയുമാണ്. ലോകത്തിൻ്റെ പോലീസുകാരനായി ഇനിയും സേവനം ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകിക്കഴിഞ്ഞു. ഇത് ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കണമെന്ന ട്രംപിന്റെ കർശനമായ ആവശ്യം ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ട ഒന്നാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധത്തിൻ്റെയും വൻ ശക്തികൾ തമ്മിലുള്ള അധികാര വടംവലിയുടെയും പ്രതിഫലനമാണ്.
സഖ്യകക്ഷികൾ കൈവിട്ടാലും തങ്ങളുടെ സൈനിക കരുത്ത് ഉപയോഗിച്ച് ഏത് പ്രതിസന്ധിയെയും നേരിടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. എന്നാൽ ആഗോള സഹകരണം ഇല്ലാതെ എത്ര കാലം അമേരിക്കയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഹോർമൂസ് കടലിടുക്കിലെ അലയൊലികൾ ലോകരാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.